ഈശംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ പഠനവും പാരായണവും പരമ്പരയിലെ പുതിയൊരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അല്ലെ വായിക്കാനായിട്ട് പോകുന്നത് 4 അധ്യായങ്ങളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലുള്ള 3 അധ്യായങ്ങളും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലെ 148 അധ്യായവുമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 19, 20, 21 അധ്യായങ്ങളാണ് നമ്മളിന്ന് വായിക്കുക. അതായത് ആ പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ 3 അധ്യായങ്ങൾ ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ജീവിത കഥയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മനോഹരമായ വാക്കുകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കാണ് നമ്മൾ കാണുന്നത് മെയിനായിട്ട്. അതായത് ഒരു ലേവ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ബെത്ലഹേംകാരിയെ കല്യാണം കഴിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ കണക്കൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ ഈ സ്ത്രീ പറയുകയാണ്, ഭാര്യ പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും. അങ്ങനെ ഈ സ്ത്രീ തൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നു. ഏകദേശം 4 മാസം കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള പിണക്കത്തിന്റെ മഞ്ഞൊക്കെ പതിയെ പതിയെ ഉരുകി തുടങ്ങുകയാണ്. അങ്ങനെ ഈ ഭർത്താവായിട്ടുള്ള മനുഷ്യൻ ഭാര്യ വീട്ടിൽ വന്നിട്ട് ഇവളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരികയാണ്. അങ്ങനെ ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കും. 3 ദിവസം അവിടെ താമസിക്കാനായിട്ട് ഭാര്യയുടെ അമ്മായിപ്പ് നിർബന്ധിക്കുകയാണ്. നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വളരെ സ്നേഹമുള്ളൊരു അമ്മായിപ്പനാണ് ഈ മനുഷ്യന്റെ കൂട്ടായിട്ടുള്ളത്. കാരണം 1ാമത്തെ ദിവസം വന്ന് ഭാര്യനെ കൊണ്ടുപോകാൻ വന്ന ഒരു ഭർത്താവിനോട് നിർബന്ധിച്ച് 3 ദിവസം അവിടെ താമസിപ്പിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ ഇയാള് ഈ പിതാവിനോട് പറയുന്നുണ്ട്, അമ്മായിപ്പനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് പോവാണ്. അപ്പോൾ ഈ അമ്മായിപ്പൻ പറയുകയാണ്, ഈ ഒരു കാര്യം നീ ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റിയിട്ടത്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഇയാൾ പറയും, ഇന്നും കൂടി ഇവിടെ താമസിക്കും. അങ്ങനെ 4ാമത്തെ ദിവസം അവിടെ താമസിക്കും. 5ാമത്തെ ദിവസം അതിരാവിലെ എണീക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ പോകും. അപ്പോൾ ഈ അപ്പം പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഇന്ന് ഇത്തിരി ഭക്ഷണം ഇത്തിരി വിശ്രമിച്ചിട്ടൊക്കെ നമുക്ക് നാളെ പോവാം. പക്ഷെ ഇയാൾ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു സന്ധ്യയോടെ അടുക്കുന്ന സമയത്ത് ദേവവും ഭാര്യയും കൂടി ലേവ്യനും ഈ ബെത്ലഹേംകാരിയായിട്ടുള്ള ഭാര്യയും കൂടിയിട്ട് തൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയിലാണ്. രാത്രിയായപ്പോൾ ഇവർക്ക് വീട് അന്വേഷിച്ചിട്ടൊന്നും കിട്ടാനില്ല. നമ്മൾ വചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട കഴുതയുണ്ട്, കഴുതയ്ക്കുള്ള ഭക്ഷണമുണ്ട്, ഇവർക്കുള്ള ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. കയറി കിടക്കാനായിട്ട് ഒരു വീട് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അത് കിട്ടാനുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗിബയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വൃദ്ധൻ വരുന്നു. പാടത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു വയലിൽ നിന്നും ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ വരുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ റോട്ടിൽ എങ്ങനെ ഇരിക്കുന്നത്? ഇവർ പറയുകയാണ്, ഞങ്ങൾക്ക് വീടൊന്നും കിട്ടിയില്ല, രാത്രി പാർക്കാനായിട്ട് ഒരു വീടൊന്നും കിട്ടില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വീടൊന്നും കിട്ടാനില്ല. അങ്ങനെ ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ഇവരെ രണ്ടുപേരെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. തൻ്റെ വീട്ടിലേക്ക് ചെന്ന് അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇവർക്ക് രാത്രിയിലുള്ള അത്താഴമൊക്കെ വിളമ്പിയിരിക്കുന്ന സമയത്ത് ഗിബയ എന്ന് പറയുന്ന ആ നാട്ടിലെ ആഭാസന്മാരായിട്ടുള്ള കുറെ ആളുകൾ വരികയാണ്. വന്നിട്ട് പറയുകയാണ്, തൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ പുരുഷനുണ്ടല്ലോ, അയാളെ ഞങ്ങൾക്ക് സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിനായിട്ട് അയാളെ ഞങ്ങൾ വിട്ടുതരികയെന്ന് പറയുകയാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ ആദ്യനായിട്ടുള്ള മനുഷ്യൻ പറയുന്നുണ്ട്, എനിക്ക് പുരുഷസ്പർശമേൽക്കാത്ത ഒരു കന്യകയായിട്ടുള്ള ഒരു മകളുണ്ട്, അയാൾക്കൊരു ഉപനാരിയുണ്ട്, അവർ രണ്ടുപേരും ഞങ്ങൾ വിട്ടുതരാം, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി ഇവരൊക്കെ തള്ളി മാറ്റുമ്പോൾ ഈ ഗസ്റ്റായിട്ട് വന്ന ഈ ലേവ്യനായിട്ടുള്ള മനുഷ്യൻ തന്റെ ബെത്ലഹേംകാരിയായിട്ടുള്ള ഭാര്യയെ ഇവർക്ക് വിട്ടുകൊടുക്കുകയാണ്, സുഖഭോഗങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അവർ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു. ഒരു രാത്രി മുഴുവൻ അവളെ ഉപദ്രവിക്കുകയാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, അവള് തന്റെ ഭർത്താവ് താമസിച്ചിരുന്ന ആ വീട്ടിന്റെ കട്ടിളപ്പടിയിൽ വന്ന് നേരം പുലരാവറാവുമ്പോഴേക്കും അവൾ വന്ന് കിടക്കുകയാണ്. ഇയാള് അതിരാവിലെ കതക് തുറന്നു നോക്കുമ്പോൾ തന്റെ ഭാര്യ ഇങ്ങനെ കട്ടിളപ്പടിയിൽ വീണെടുക്കുന്നതാണ് കാണുന്നത്. ഇവള് വിളിച്ചിട്ട് പറയുന്നുണ്ട്, വാ നമുക്ക് പോകാം. പക്ഷെ ഒരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല. ഇവള് മരിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഈ ഭാര്യയെയും കൂട്ടിയിട്ട് ഇയാളുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് ഇയാളൊരു കത്തിയെടുത്ത് ഭാര്യയെ 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിലെ മുഴുവൻ ഗോത്രങ്ങളിലേക്ക് ഇത് പുറത്തയക്കുകയാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഇതുവരെ ഇങ്ങനൊരു സംഭവം ഇസ്രായേലിൽ കേട്ടിട്ടില്ല. അങ്ങനെ വളരെ നാടകീയമായ രംഗങ്ങളിലാണ് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 20 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ വായിക്കുന്നത്. കണ്ടിന്യൂവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇസ്രായേൽ ജനം മുഴുവൻ ഒരുമിച്ച് കൂടുന്നു. ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ നാട്ടിൽ ഒന്നും നടന്നിട്ടില്ല, ഇതെങ്ങനെയാണ് നടന്നത്, എന്താണ് ഇതിന് കാരണം എന്നൊക്കെ അറിയാൻ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ഈ ലേവ്യനായിട്ടുള്ള ഈ മനുഷ്യൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് നടന്നത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നടന്നത്, ഇതുകൊണ്ടാണ് ഞാൻ അവളെ 12 കഷ്ണങ്ങളാക്കി ഓരോ ഗോത്രത്തിലേക്കും കൊടുത്തു വിട്ടതെന്നൊക്കെ പറയുന്നത്. ഇവരെല്ലാവരും കൂടി ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത്
ഇത് ചെയ്തവൻ എന്തായാലും മതിക്കും. ഇയാൾ പറയും ബെഞ്ചമിൻ ഗോത്രജരാണ് ഇത് ചെയ്തത്. ബെഞ്ചമിൻ ഗോത്രത്തിന് കീഴിലുള്ള ഒരു സ്ഥലമാണ് ഗിബയ എന്ന് പറയും. ഇയാൾ പറയുകയാണ് ഈ ബെഞ്ചമിൻ ഗോത്രജരാണ് ഇത് ചെയ്തത്. നമ്മൾ ബെഞ്ചമിൻ ഗോത്രജരോട് ഇത് ചെയ്ത ആളുകളെ വിട്ടുതരാനായിട്ട് പറയുക. അങ്ങനെ ഇവരെല്ലാവരും ഒരേ സ്വരത്തിലൊരു തീരുമാനം എടുക്കുന്നു. ഇവർ ബെഞ്ചമിൻ ഗോത്രജരോട് പറയുകയാണ്, ഇത്രയും വലിയൊരു മ്ലേച്ഛത നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചവൻ, അവൻ ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല, അവനെ കൊന്നുകളയണം, അവനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറയുകയാണ്. പക്ഷെ ബെഞ്ചമിൻ ഗോത്രജർ എന്ത് ചെയ്യുന്നു? ഈ ഇത്രയും വലിയ മ്ലേച്ഛത പ്രവർത്തിച്ചവർ വിട്ടുകൊടുക്കുന്നില്ല, മറിച്ച് അവരുടെ പക്ഷം ചേർന്ന് ഇവർക്കെതിരെ യുദ്ധത്തിന് പോവുകയാണ്. ഇസ്രായേൽക്കാർക്കെതിരെ ഈ ബെഞ്ചമിൻ ഗോത്രജർ തന്നെ യുദ്ധത്തിന് പോരുകയാണ്. അങ്ങനെ വലിയൊരു യുദ്ധരംഗം നമ്മളവിടെ വിവരിക്കുന്നുണ്ട്. 3 ദിവസത്തെ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഒന്നാമത്തെ ദിവസം ഇസ്രായേൽക്കാരുടെ 20,000 പേര് കൊല്ലപ്പെടുന്നു. രണ്ടാമത്തെ ദിവസം ഇസ്രായേൽക്കാരുടെ തന്നെ 18,000 പേര് കൊല്ലപ്പെടുന്നു. ഈ 2 ദിവസങ്ങളും ബെഞ്ചമിൻ ഗോത്രജര് വലിയ സന്തോഷത്തോടെ ഞങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു എന്നുള്ള ഭാവത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ 3-ാമത്തെ ദിവസം ഓരോ ദിവസവും ഇവർ വരുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ നിങ്ങൾ ഇന്ന് യുദ്ധത്തിന് പോകണോ? നിങ്ങൾ പോകും. ഓക്കെ, അവർ പോകുന്നു. 1-ാം ദിവസം 20,000 മരിക്കുന്നു. 2-ാം ദിവസം വീണ്ടും ചോദിക്കും, കർത്താവ് ഞങ്ങൾ പോകണമോ? നിങ്ങൾ പോകും. ഓക്കെ, 2-ാം ദിവസം പോകുന്നു, 18,000 മരിക്കുന്നു. 3-ാം ദിവസം ചോദിക്കുന്ന കർത്താവ് ഞങ്ങൾ പോകണം. ഇത് കരഞ്ഞിട്ടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ പറയുന്നത്, കർത്താവ് പറയണേ 3-ാം ദിവസം ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഗോത്രജരെ ഞാൻ പറയുന്നു. അങ്ങനെ വലിയ വിജയം ഇവർക്ക് ഉണ്ടാവുകയാണ്. ബെഞ്ചമിൻ ഗോത്രജർക്കെതിരെ ഇസ്രായേലിന് വലിയ വിജയം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് 20-ാമത്തെ അധ്യായം. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ യുദ്ധത്തിനിടയിൽ ഏറ്റവും ഒടുവിൽ റിമ്മോൺ പാറയിലേക്ക് ഓടിപ്പോയ 400 ബെഞ്ചമിൻ ഗോത്രജരെ കുറിച്ച് പറയുന്നത്. അവർ പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ബെഞ്ചമിൻ ഗോത്രത്തിന്റെ കീഴിലുള്ള ആ സ്ഥലത്തെ മുഴുവൻ ആളുകളെയും മൃഗങ്ങളെയും ഇവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇവർ പറയുകയാണ്, ഈ റിമ്മോൺ പാറയിലേക്ക് പോയ 400 പേരുണ്ടല്ലോ, അവർക്ക് നമുക്ക് ഭാര്യമാരെ ഒപ്പിച്ചു കൊടുക്കാം. അതിനെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്നും അവർക്ക് ഭാര്യമാരായിട്ട് തങ്ങളുടെ പെൺമക്കളെ ഒന്നും കൊടുക്കില്ല എന്നൊരു ശബ്ദം ചെയ്തിരുന്നു. അങ്ങനെ ഈ ഗോത്രം നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചർച്ചയാണ് നമ്മൾ 21-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അതിന് നല്ലൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള ആ രംഗങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടാണ് 21-ാമത്തെ അധ്യായവും അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകവും അവസാനിക്കുന്നത്. സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 148-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ആകാശവും ഭൂമിയും സകല സൃഷ്ടിജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. മനോഹരമായ രീതിയിൽ അത് എഴുതി വെച്ചിരിക്കുന്നു. 148-ാമത്തെ സങ്കീർത്തനം വളരെ മനോഹരമായിട്ടുള്ള, വളരെ സുന്ദരമായ ഭാഷയിൽ ആകാശവും ഭൂമിയും ആകാശത്തിന് മുകളിലുള്ളവയും ഭൂമിക്ക് മുകളിലുള്ളവയും എല്ലാം കർത്താവിനെ ആരാധിക്കട്ടെ സ്തുതിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കീർത്തനമാണ് 148-ാമത്തെ സങ്കീർത്തനം. മനോഹരമായിട്ടുള്ള 2 ദൈവവചന ഭാഗങ്ങളാണ് ഇന്നേ ദിവസം നമുക്ക് വായിക്കാനുള്ളത്. ഇത് വായിച്ച് വചനം ഹൃദയസ്ഥമാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അധ്യായം 19. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. അവൾ അവനോട് പിണങ്ങി യൂദായിലെ ബേത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം 4 മാസം താമസിച്ചു. അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങിത്തിരിച്ചു. കൂടെ ഒരു വേലക്കാരനുമുണ്ടായിരുന്നു. 2 കഴുതകളെയും അവൻ കൊണ്ടുപോയി. അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി. യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു. 3 ദിവസം അവൻ അവിടെ താമസിച്ചു. 4-ാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു. അവൻ യാത്രയ്ക്കൊരുങ്ങി. എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു, അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു. 5-ാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി. അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു, ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക. അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ലേവിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി. അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു, ദാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക. നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി. ഉപനാരിയും ജനിയിട്ട 2 കഴുതകളും കൂടെയുണ്ടായിരുന്നു. അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം
വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. അവന്റെ യജമാനൻ പറഞ്ഞു, ഇസ്രായേലിയരുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്. നമുക്ക് ഗിബയായിലേക്ക് പോകാം. അവൻ തുടർന്നു, നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിലൊന്നിലേക്ക് പോകാം. ഗിബയായിലോ റാമായിലോ രാത്രി കഴിക്കാം. അവർ യാത്ര തുടർന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു. അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരുന്നു, കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു. അവൻ എഫ്രായിം മലനാട്ടുകാരനും ഗിബയായിൽ വന്നു താമസിക്കുന്നവനുമായിരുന്നു. സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു. അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അവൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞു, യൂദായിൽ ബെത്ലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. ഞാൻ ആ ദേശക്കാരനാണ്. ഞാൻ യൂദായിലെ ബെത്ലഹേമിൽ പോയതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ആരും എനിക്ക് അഭയം തരുന്നില്ല. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല. വൃദ്ധൻ പറഞ്ഞു, സമാധാനമായിരിക്കുക. വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത്. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു. അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അങ്ങനെ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചു. വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എന്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയുമുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക. എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത്. എന്നാൽ അവർ വൃദ്ധന്റെ വാക്ക് കേട്ടില്ല. ലേവ്യൻ തന്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു. അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു. പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു. ആ സ്ത്രീ വന്ന് തന്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ തളർന്നു വീണു. വെളിച്ചം പരക്കുന്നതുവരെ അവൾ അവിടെ കിടന്നു. അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു. അവൻ അവളോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല. അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ഉടനെ അവനൊരു കത്തിയെടുത്ത് തന്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. അത് കണ്ടവരെല്ലാം പറഞ്ഞു, ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വന്നതിനു ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ. അധ്യായം 20. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. ഗിലെയാദ് ദേശക്കാരും ചേർന്നു. അവർ ഏക മനസ്സോടെ മിസ്പായിൽ കർത്താവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായി. ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട 4 ലക്ഷം പേരടങ്ങിയതായിരുന്നു. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധീനതയിലുള്ള ഗിബയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു. ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു. എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു. അങ്ങനെ അവൾ മരിച്ചു. അവളെ ഞാൻ കഷണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു. അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേല്യരെ
ഇതിനെക്കുറിച്ച് എന്തു ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം? ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു. ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. ഗിബയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ. ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചു, എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ. എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവച്ചില്ല. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി. ഗിബയാവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട 700 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അവർക്ക് പുറമെ വാളെടുക്കാൻ പോന്ന 26,000 ബെഞ്ചമിൻ ഗോത്രജരുമുണ്ടായിരുന്നു. അവരിൽ പ്രഗത്ഭന്മാരായ 700 ഇടത്ത് കയ്യന്മാരുണ്ടായിരുന്നു. ഇവർ ഒരു തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു. മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ 4 ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു. ഇസ്രായേൽ ജനം ബഥേലിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു. യൂദ ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു. ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബയായിക്കെതിരായി പാളയമടിച്ചു. അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി. ഗിബയായിൽ അവർക്കെതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് 22,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി. എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു. ആദ്യ ദിവസം അണിനിരന്നിടത്ത് തന്നെ വീണ്ടും അണിനിരന്നു. അവർ സായാഹ്നം വരെ കർത്താവിന്റെ മുൻപിൽ കരഞ്ഞു. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുത്തോട് ആരാഞ്ഞു. ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2-ാം ദിവസവും അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസവും ഗിബയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു. ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബഥേലിൽ വന്ന് കരഞ്ഞു. അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിന്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം കർത്താവിന്റെ ഹിതം ആരാഞ്ഞു. ദൈവത്തിന്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെയായിരുന്നു. അഹറോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. അവർ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ, അതോ പിന്മാറണമോ? നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് കർത്താവ് ഉത്തരമരുളി. ഇസ്രായേൽക്കാർ ഗിബയായ്ക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി. അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ 3-ാം ദിവസവും യുദ്ധത്തിനിറങ്ങി. മറ്റ് 2 അവസരങ്ങളിലെ പോലെ ഗിബയായ്ക്ക് എതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നു. മുന്നവസരങ്ങളിലെ പോലെ ബഥേലിലേക്കും ഗിബയാലിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജനപ്രദേശത്തു വെച്ചും അവർ കൊല തുടങ്ങി. 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു, അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചു, നമുക്ക് പലായനം ചെയ്യാം. അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം. ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽതാമാറിൽ അണിനിരുന്നു. ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്തു പതിയിരുന്ന ഇസ്രായേല്യരും ഓടിക്കൂടി. ഗിബയായ്ക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേല്യർ അണിനിരന്നു. ഉഗ്രമായ പോരാട്ടം നടന്നു. തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല. കർത്താവ് ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി. ഖഡ്ഗധാരികളായ 25,100 പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി. തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി. ഗിബയായ്ക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി. പതിയിരുപ്പുകാർ ഗിബയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി. ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി
പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ. യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് 30 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു. പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി. അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു. ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു. ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി. നാശമടുത്തെന്ന് അവർ കണ്ടു. അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ അവർ കുടുങ്ങിയതേയുള്ളൂ. പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. നോഹാഹു മുതൽ കിഴക്ക് ഗിബെയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി. യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചു. ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി. അവരിൽ 5,000 പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ ഗിദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. അവരിൽ 2,000 പേരും വധിക്കപ്പെട്ടു. അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ 25,000 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. എന്നാൽ 600 പേർ മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ 4 മാസം താമസിച്ചു. ഇസ്രായേൽ തിരിച്ചുവന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീവച്ചു. അധ്യായം 21. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല. അവർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്ന് ഭവിച്ചത് എന്തുകൊണ്ട്? ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവിന്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രമേതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. മിസ്പായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി. അവർ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം? നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ലെന്ന് കർത്താവിന്റെ മുമ്പിൽ നാം ശപഥം ചെയ്തു പോയല്ലോ. മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്നവർ തിരക്കി. യാബേഷ് ഗിലെയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല. ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലെയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ 12,000 ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു, സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലെയാദിലെ നിവാസികളെ വാളിനിരയാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം. യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാർ ഉണ്ടായിരുന്നു. അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി. ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു. യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു. എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നി. അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ. അവർ തുടർന്നു, ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരവകാശം വേണമല്ലോ. എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല. കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ബഥേലിന് വടക്കും ബഥേലിൽ നിന്ന് ശെക്കമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലബോനായിക്ക് തെക്കുമുള്ള ഷീലോയിൽ കർത്താവിന്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ. ബെഞ്ചമിൻകാരോട് അവർ നിർദ്ദേശിച്ചു, നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ. ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി
ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ. അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞോളാം: അവരോട് ക്ഷമിക്കുവിൻ. യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല, നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല. കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു. ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു. ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി. ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും പോയി. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തനും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും കർത്താവിനെ സ്തുതിക്കാനായി ക്ഷണിക്കുകയാണ് 148 സങ്കീർത്തന കർത്താവ്. വിശ്വാസി സമൂഹത്തിന്റെ മഹത്വമായ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ, ആകാശത്തു നിന്നു കർത്താവിനെ സ്തുതിക്കുവിൻ. ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഉന്നതവാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ. ആകാശത്തിന്മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവിടുന്നു കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി. അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്കു നിശ്ചയിച്ചു. ഭൂമിയിൽ നിന്നു കർത്താവിനെ സ്തുതിക്കുവിൻ. കടലിലെ ഭീകരജീവികളെ, അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പനയനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ. പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും
വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. അവിടുന്നു തൻ്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോടു ചേർന്നു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം തന്നെ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ.